ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഹരിയാനയിൽ നടന്നു, മഹാരാഷ്ട്രയിൽ നടന്നു, ജാർഖണ്ഡിൽ നടന്നു. നമുക്കൊരു ആശ്വാസത്തിന് അത് 50-50 ആണെന്ന് പറയാം. ജമ്മു കാശ്മീരും ജാർഖണ്ഡും ഇന്ത്യ മുന്നണിക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയും ഹരിയാനയും പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങൾ BJP പിടിച്ചെടുത്തിരിക്കുന്നു, NDA പിടിച്ചെടുത്തിരിക്കുന്നു. എങ്ങനെയാണത്? ഇപ്പോൾ ഹരിയാനയിൽ എന്തായിരുന്നു സ്ഥിതി? ഹരിയാനയിൽ ഏകപക്ഷീയമായി കോൺഗ്രസ് വിജയിച്ചു വരുമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. എല്ലാ പോൾ പ്രഡിക്ഷൻസും അങ്ങനെ തന്നെയായിരുന്നു. കാരണം എന്താ, അത്ര ശക്തമായ ആൻറ്റി ഇൻകംബൻസിയാണ് ഹരിയാനയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? കോൺഗ്രസ് അവിടെ വളരെ നിസ്സംഗമായി പ്രവർത്തിച്ചു. ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്ക് പരമാധികാരം നൽകി. അദ്ദേഹം കുറേ സ്ഥാനാർത്ഥികളെ അങ്ങ് തീരുമാനിച്ചു, കുറേ സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. എന്നിട്ട് ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് പോലും അറിയാതെ ഈ ആൻറ്റി ഇൻകംബൻസി എന്ന ഒറ്റ ഫാക്ടറിൽ പിടിച്ച് തിരിച്ച് അധികാരത്തിൽ വരാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് മനോഹർലാൽ ഖട്ടർ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവർ നേരത്തെ തന്നെ BJP മാറ്റി, പകരം സൈനിയെ കൊണ്ടുവന്നു. എന്നിട്ട് RSSും BJPയും ചേർന്ന് വലിയ രീതിയിലൊരു ഗ്രൗണ്ട് വർക്ക് നടത്തുന്നു. അത്ഭുതകരമായ അട്ടിമറി വിജയം ഹരിയാനയിൽ ഉണ്ടാക്കുന്നു. കോൺഗ്രസ് അതിൽ നിന്ന് പാഠം പഠിച്ചില്ല.